ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 336. നമ്മളിന്ന് നോക്കുന്ന കാണ്ഡം 7 അനുഭാഗം 6 സൂക്തം 60. നമ്മൾ അഥർവവേദം എന്നെല്ലാം കേൾക്കുമ്പോൾ എന്തെല്ലോ ഭീകരമായ സംഗതിയാണ്. അതിൽ ഒന്നും വായിച്ചാൽ മനസ്സിലാവില്ല. അതിൽ തന്നെ ഭയങ്കര എന്തെല്ലോ സംഗതികളാണ്. അഥർവവേദം കൈകാര്യം ചെയ്യുന്നവർ എന്തെല്ലോ വലിയ ഭീകര ജീവികളെ പോലെയെല്ലാം സിനിമയിലടക്കം അവതരിപ്പിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ എത്രയോ കണ്ടു കഴിഞ്ഞു. അഥർവവേദത്തിൽ എല്ലാ മനുഷ്യരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെ. ഈ ഒരു സൂക്തം 60 പോയി കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വിദേശത്തെല്ലാം പോയിട്ട് പണമെല്ലാം സമ്പാദിച്ച് പണം സമ്പാദിക്കാൻ വിദേശത്ത് പോയി കഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന കാര്യങ്ങളെല്ലാം ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാമല്ലോ. ഇവിടെ നിന്നാൽ ജോലി കിട്ടില്ലെങ്കിൽ നേരെ വിദേശത്തേക്ക് പോകും. വിദേശത്ത് പോയി കുറേ പണമെല്ലാം സമ്പാദിച്ച് എങ്ങനെയെല്ലാം കഷ്ടപ്പെട്ട് ഇവിടെ കിടക്കാനോ ഒന്നിനും തയ്യാറാകാത്തവർ വിദേശത്ത് പോയിട്ട് കിടക്കുകയെല്ലാം ചെയ്യും. പക്ഷെ അവിടെ നല്ല പൈസ കിട്ടുമല്ലോ. കാഠിന്യമായി അധ്വാനിച്ച് കുറേ പണമെല്ലാം ഇങ്ങോട്ട് വരും. എന്നിട്ട് ഇവിടെ സുഖിക്കും, വീട് വെക്കും, കുടുംബങ്ങൾ, അങ്ങനെ സമൃദ്ധിയിലേക്ക് പോകുന്നതെല്ലാം നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതേ കാര്യം എപ്പോഴെഴുതിയിരിക്കുന്നത്? വേദങ്ങളിലും എഴുതിയ കാലഘട്ടത്തിലോ വർഷങ്ങൾക്ക് മുമ്പിൽ. ഇത് കേൾക്കുമ്പോൾ ഇതിലുള്ള സംഗതികൾ കേൾക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള അനുഭവങ്ങൾ തന്നെയാണ് എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ എന്താണ് മന്ത്രം പറയുന്നതെന്ന് നോക്കാം. അഥർവവേദം കാണ്ഡം 7 അനുഭാഗം 6 സൂക്തം 60. ഋഷി ബ്രഹ്മാവ്, ദേവത, ഗൃഹം, വാസ്തോഷ്പതി, ഛന്ദസ്, തൃഷ്ടുപ്പ്, അനുഷ്ടുപ്പ്. ഊർജം ബിഭ്രത് വസുവനി സുമേധ അഘോരേണ ചക്ഷുഷാ മിത്രേണ ഗൃഹാനൗമ സുമനാ വന്ദമാനോ രമധ്വം മാ വിഭിത മത് ഇമേ ഗൃഹ മയോഭുവ. ഊജസ്വന്ത പയസ്വന്ത പൂർണ്ണ വാമേന തിഷ്ടന്തസ്തേ നോ ജാനന്ദ്വായത യേഷാമധ്യേതി പ്രവസൻ യേഷു സീമനസ്സോ ബഹു ഗൃഹാനുപഹ്വയാമേ ഹേ തേ നോ ജാനന്ദ്വായത ഉപഹൂത ഭൂരിധന സഖായ സ്വാദ് സമ്മുദ അക്ഷുധ്യ അതൃശ്യസ്ത ഗൃഹ മാസ്മദ് വിഭീതന ഉപഹൂത ഇവ ഗാവ ഉപഹൂത അജാവയ അധോ അന്നസ്യ കീലാല ഉപഹൂത ഗൃഹേഷു ന സുനൃതാവന്ത സുഭഗ ഇരാവന്തു ഹസാമുദ അതൃശ്യ അക്ഷുധ്യാസ്ത ഗൃഹ മാസ്മദ് വിഭീതന ഇഹൈവ സ്ത മാതു ഗാത വിശ്വാരൂപാണി പുഷ്യത ഐഷ്യാമി ഭദ്രേണ സഹ ഭൂയാംസോ ഭവത മയ. ഭാവാർത്ഥം: ഞാൻ മിത്രഭാവത്തോടും സ്നേഹഭാവത്തോടും കൂടിയ എൻ്റെ കണ്ണുകളാലും അന്നധാരണത്തിലൂടെ ധനം വഹിച്ചുകൊണ്ടും ബുദ്ധിയോടുകൂടി ധനസമ്പാദനത്തിലൂടെ സന്തോഷവാനായിട്ട് സ്തുതികളാൽ എൻ്റെ ഭവനത്തെ പ്രാപിക്കുന്നു. ആ ഗൃഹത്തില് ഞാൻ സസുഖം വസിക്കട്ടെ. ഒരു ഭയപ്പാടുമില്ലാതെ അന്നത്താലും മറ്റും സമൃദ്ധമായിട്ട് സസുഖം വാഴട്ടെ. അകലേക്ക് പോയ മനുഷ്യർ മനോഹര വസ്തുക്കളാൽ സമ്പന്നനായിട്ട് ഗൃഹത്തെ ചിന്തിക്കുന്ന വേളയിൽ തിരിച്ചു വരട്ടെ. അകലെ നിന്നും വരുന്ന പ്രവാസിയായ എന്നെ ഈ ഗൃഹം സ്വന്തം യജമാനനായിട്ട് കാണണേ. നീ ധനത്താൽ സമൃദ്ധമാകണേ. ഈ ഗൃഹം അന്നം, ആടുമാടുകൾ മുതലായവയാല് സമൃദ്ധമാകണേ. ഇവിടെ സംസാരിക്കുന്ന വാക്കുകൾ സത്യമുള്ളതും പ്രിയമുള്ളതും ആകണേ.
ഇവിടുത്തെ അന്തേവാസികൾ ഹർഷോല്ലസവാന്മാരാകണേ. വിശപ്പും ദാഹവും ഇവർക്ക് അനുഭവപ്പെടരുത്. ഇവിടെ താമസിക്കുന്ന അവരുടെ പുത്രാദികളെ പുഷ്ടിപ്പെടുത്തണേ. അന്യദേശത്തു നിന്നും ഞാൻ അഭിവൃദ്ധി നേടിത്തരുന്ന ധനവുമായിട്ട് വരാം. അതിലൂടെ തേജസ് ഉണ്ടാകട്ടെ. ഞാൻ മിത്രഭാവത്തോടു കൂടി എല്ലാവരോടും മിത്രമായിട്ട് നല്ല നിലയിൽ പെരുമാറിക്കൊണ്ടും സ്നേഹഭാവത്തോടും കൂടിയുള്ള എൻ്റെ കണ്ണുകളാലും ഞാൻ എല്ലാവരെയും സ്നേഹഭാവത്തിലും മിത്രഭാവത്തിലും കണ്ടുകൊണ്ടാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. മിത്രഭാവത്തിൽ എല്ലാവരും എൻ്റെ മിത്രങ്ങളാണ്. സ്നേഹഭാവത്തിൽ ഉള്ള എൻ്റെ കണ്ണുകളാലും ആ നോട്ടത്തിൽ നമ്മളെല്ലാവരും ആ വീക്ഷണകോണിലൂടെ സ്നേഹഭാവത്തോടു കൂടി മിത്രഭാവത്തിലും എല്ലാം കണ്ടുകൊണ്ട് അന്നധാരണത്തിലൂടെ ധനം വഹിച്ചുകൊണ്ടും, അന്നധാരണത്തിലൂടെ എന്ന് പറഞ്ഞാൽ അന്നം നേടിക്കൊണ്ട് ധനം, അന്നം. ഇപ്പം കൃഷിയിലൂടെ ധനം നേടാം, വ്യവസായങ്ങൾ. അന്നം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് എന്ന അർത്ഥത്തിലെടുക്കണം. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിനാണ് അന്നം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. വ്യവസായങ്ങളിലാണ് പ്രൊഡക്ട്സ്, കൃഷിയിലാണെങ്കിൽ ധാന്യങ്ങളെല്ലാം. അങ്ങനെ ധനം സമ്പാദിച്ചുകൊണ്ട്, അത് ഇവിടെ തന്നെ ഇരുന്നിട്ട് നല്ലവണ്ണം അധ്വാനിച്ച് ധനം സമ്പാദിച്ചുകൊണ്ടും ബുദ്ധിയോടുകൂടിയുള്ള ധനസമ്പാദനത്തിലൂടെ, അതും ബുദ്ധി ഉപയോഗിച്ചിട്ട് ധനം സമ്പാദിക്കുകയാണ്. അതായത് എന്തെങ്കിലും പഴയ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടല്ല ജീവിക്കുന്നത്, ബുദ്ധി ഉപയോഗിച്ചിട്ട് വലിയ വലിയ കാര്യങ്ങളെല്ലാം. അതായത് ലോകം അപ്പോൾ അത്രയും പുരോഗമിക്കും. അതിലൂടെ ധനം സമ്പാദിച്ചിട്ട് സന്തോഷവാനായി സ്തുതികളാൽ എൻ്റെ ഭവനത്തെ പ്രാപിക്കുന്നു. സ്തുതികളാൽ എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ബുദ്ധി ഉപയോഗിച്ചിട്ട് വലിയ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട് ധനം സമ്പാദിച്ചിട്ട് എൻ്റെ ഗ്രഹത്തിൽ ഭവനത്തെ പ്രാപിക്കുന്നു. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വരുന്നു. ഈ ഗ്രഹത്തിൽ ഞാൻ സസുഖം വസിക്കട്ടെ. അങ്ങനെ എനിക്ക് നല്ല ധനമെല്ലായിട്ട് വന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ സസുഖം വസിക്കട്ടെ, ഞാൻ അങ്ങനെ വീട്ടിൽ നല്ല സുഖമായിട്ട് വസിക്കട്ടെ. ഇതെല്ലാം നമ്മൾ ചെയ്യുന്നവരാണ്. നമ്മൾ കുറേ അധ്വാനിച്ചിട്ടെല്ലാം വീട്ടിൽ കുറേ പൈസ കൊണ്ടുവരും, നല്ല സുഖമായിട്ട് വസിക്കും. അല്ലെങ്കിൽ അങ്ങനെ വസിക്കാനുള്ള ആഗ്രഹമുണ്ട്. ആ കാര്യങ്ങൾ, നമ്മളെ ആഗ്രഹങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരു ഭയപ്പാടുമില്ലാതെ അന്നത്താലും മറ്റ് സമൃദ്ധമായി സസുഖം വാഴട്ടെ. വീട്ടിലെന്ത് പാടില്ല, ഒരു ഭയപ്പാടും പാടില്ല. നല്ല പണമെല്ലാം അധ്വാനിച്ച് നേടുന്ന പണമാണ്. അല്ലാതെ എവിടെന്നെങ്കിലും കട്ട് മോഷ്ടിച്ചെല്ലാം വന്നു കഴിഞ്ഞാൽ ഭയപ്പാടോടുകൂടി പോലീസ് വരുമെന്നെല്ലാം ആലോചിച്ചിട്ട് വീട്ടിലിരിക്കാൻ പറ്റും. അങ്ങനെയല്ല. നമ്മൾ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുരോഗമിച്ച നാട്ടിലാണെങ്കിൽ നല്ലവണ്ണം അധ്വാനിച്ചിട്ട് പണമെല്ലാം നേടിയിട്ട് ഇങ്ങ് വന്ന് സുഖമായിട്ട് വീട്ടിൽ ഒരു ഭയപ്പാടുമില്ലാതെ സന്തോഷത്തോടു കൂടിയും അന്നത്താലും മറ്റും സമൃദ്ധമായി തിന്നാനും കുടിക്കാനും എല്ലാം വേണ്ടുന്ന സാധനങ്ങൾ വീട്ടിലുണ്ടായിക്കൊണ്ട് സുഖമായി ഞാൻ വാഴട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളെല്ലാവരും ഇങ്ങനെ വസിക്കണം. അകലേക്ക് പോയ മനുഷ്യർ ചിലപ്പോഴും നമുക്ക് വീട്ടിൻ്റെ അടുത്തൊന്നും ജോലി കിട്ടിയൊന്നും വരില്ല. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് അകലേക്ക് പോകേണ്ടി വരും. ചിലപ്പോൾ ഇവിടുന്ന് വേറെ നാട്ടിലോ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ വേറെ എവിടെയെങ്കിലോ പോയി, അത് പറ്റിയിട്ട് നടക്കില്ലെങ്കിൽ നേരെ വിദേശത്തേക്ക് ഗൾഫിലോ അവിടെയോ ഇവിടെയോ പോയിട്ട് അവിടെ നിന്ന് പണം സമ്പാദിച്ച് അകലേക്ക് പോയ മനുഷ്യർ മനോഹര വസ്തുക്കളാൽ സമ്പന്നമായി. അപ്പോൾ അവർ വരുമ്പോൾ നല്ല മനോഹര വസ്തുക്കൾ എന്തെല്ലാമായിരിക്കും? മൊബൈൽ, വലിയ വിലയുള്ള മൊബൈൽ, സ്വർണ്ണ വളകൾ, പിന്നെ പലതരം ഉപകരണങ്ങൾ, മുട്ടായി തന്നെ വിദേശത്തുള്ള സ്പെഷ്യൽ ടൈപ്പ് മുട്ടായികൾ, ഫോറിൻ മുട്ടായി എല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരും. സോപ്പ്, ഫോറിൻ സോപ്പ്, ഇങ്ങനെയെല്ലാം വരിക. എല്ലാം അവിടുന്ന് കെട്ടിപ്പിടിച്ച് ഇങ്ങ് വരും. അപ്പം മനോഹര വസ്തുക്കളാൽ സമ്പന്നനായിട്ടാണ് വരുന്നത്. അല്ലാതെ അവിടെ പോയി എല്ലാം സമ്പന്നനായി ഗൃഹത്തെ ചിന്തിക്കുന്ന വേളയിൽ തിരിച്ചു വരട്ടെ. അപ്പം ആ വെളിയിൽ പോയി അധ്വാനിച്ചിട്ട് പണയിലുണ്ടാകുമ്പോൾ അതിന് നാട്ടിൽ പോകണമെന്ന് വരുമ്പോൾ മനോഹര വസ്തുക്കളെല്ലാം വാരി കെട്ടിയിട്ട്, സിനിമയിലെല്ലാം കണ്ടിട്ടില്ല, കാറിൻ്റെ പേരിൽ 2-3 എല്ലാം ബാഗെല്ലാം വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു വരട്ടെ. ഇതെല്ലാം നമ്മളിന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഏതിൽ? അഥർവവേദത്തിൽ. ഈ അഥർവവേദത്തെയാണ് നമ്മൾ എങ്ങനെ കണ്ടുവച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ എന്തെല്ലാമാണ് അതിനെ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നത്. ചിന്തിക്കുമ്പോൾ വലിയൊരു, ഇന്ന്
നമ്മുടെ ആത്മീയവാദികൾ അഥർവവേദം കൈകാര്യം ചെയ്യുന്നവർ വ്യാഖ്യാനിച്ച് ഉണ്ടാക്കി വെച്ചത് ഇപ്പം അഥർവവേദത്തിൽ കാണുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ഇത്രയും വലിയ ഒരു ഹാസ്യ ഭാവന ഇപ്പം നമുക്ക് കാണുമ്പോൾ ഇതിനെയാണ് ഇവരിങ്ങനെയെല്ലാം വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ചിരി പോലും അടക്കാൻ പറ്റില്ല. മൂക്കത്ത് വിരൽ വെച്ചോടി എന്തെല്ലാം ഇവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അകലെ നിന്നും വരുന്ന പ്രവാസിയായ എന്നെ ഈ ഗൃഹം സ്വന്തം യജമാനനായി കാണട്ടെ. ഞാൻ വിദേശത്തുനിന്ന് വരുന്നതാണ്, അന്യനായിട്ടൊന്നും എന്നെ കാണുള്ളൂ. ചിലവരെ നാടും വിട്ടാണ് പോവുക. ഇവിടെ നിന്ന് മുങ്ങിക്കളയും കഷ്ടപ്പാട് ദാരിദ്ര്യം കൊണ്ട്. എന്നിട്ട് അവിടെ പോയി തെണ്ടിത്തിരിഞ്ഞ് എങ്ങനെയെങ്കിലും വിദേശത്തേക്കെത്തി കുറേ പണമെല്ലാം ഉണ്ടാക്കി തിരിച്ച് വരുമ്പോൾ നല്ല ഉള്ളിലൊരു ഭയം ഉണ്ടാവും. ഞാൻ പോകുമ്പോൾ എന്നെ ഒരു തല്ലിപ്പൊളിയായിട്ട് കണ്ടതാണ്. ഇപ്പം അവർ സ്വന്തം യജമാനായി കാണട്ടെ. ഇപ്പം അത് വരുമ്പം തന്നെ അവനൊരു പ്രത്യേക കൺസിഡറേഷനാണ്. അവനായിരിക്കും ആ വീട്ടിലെ യജമാനായി കാണട്ടെ. നീ ധനത്താൽ സമൃദ്ധമാകണേ. അങ്ങനെ ധനത്തിൽ സമൃദ്ധമാകണം. ഈ ഗൃഹം അന്നം വേണം. എന്താ തിന്നാനും കുടിക്കാനുള്ള എല്ലാ സാധനവും ആ വീട്ടിൽ വേണം. പിന്നെയോ ആടുമാടുകൾ, നല്ല പശുക്കൾ, ആട്, മാട്, കോഴി, ഇതെല്ലാം. ഇന്നത്തെ കാലത്തൊന്നും ആടുമാട് കോഴിയൊന്നുമില്ല, അതെല്ലാം പണ്ടാണ്. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ മുമ്പിൽ ഒരു ആനേനെയൊന്നും വാങ്ങി വെക്കില്ല, അത് പാടാണ്, വൃത്തികേടാകും. അതുകൊണ്ട് ആനേൻ്റെ ഒരു ചെയിന് വാങ്ങിയിട്ട് കെട്ടിയിടും. പിന്നെ പട്ടീനെ, നല്ല പട്ടീനെയെല്ലാം ഉണ്ടാവില്ല, അങ്ങനത്തെ പട്ടീനെയെല്ലാം വാങ്ങി. ആടുമുണ്ടുണ്ടല്ലോ, പട്ടി ഉണ്ടാവും. പിന്നെ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ, ആടുമാടുകൾ മുതലാവിയാൽ സമൃദ്ധമാകണം. ആ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ബാക്കിയെല്ലാം അല്ലാതെ ആടുമാടും പോറ്റലല്ലേ വഴി. ഇവിടെ വന്നിട്ട് ഇവിടെ സംസാരിക്കുന്ന വാക്കുകൾ സത്യമുള്ളതും പ്രിയമുള്ളതുമാകണം. ഞാൻ സംസാരിക്കുന്നതെല്ലാം സത്യമേ പറയാൻ പാടുള്ളൂ. അതേപോലെ തന്നെ പ്രിയമുള്ളത്, കേൾക്കുന്നവർക്കെല്ലാം പ്രിയമുള്ള വർത്തമാനമേ പറയാൻ പാടുള്ളൂ. ഇവിടുന്ന് പോകുമ്പോൾ ഇവൻ തല്ലിപ്പൊളിയായിരിക്കും, നീ നശിച്ചു പോകട്ടെ, കുത്തുവാളയെടുക്കും, നീ ഒരിക്കലും നന്നാവില്ലടാ എന്നെല്ലാം പറഞ്ഞവനായിരിക്കും ഇവിടെ നാട് വിട്ടിട്ട് വല്ല ഗൾഫിലെല്ലാം പോയി കുറേ പൈസയായിട്ട് പിന്നെ വരുമ്പോൾ ആ ഒരു സിനിമയിലെല്ലാം നമ്മൾ കാണുന്നില്ല, ആ രൂപത്തിൽ വരുമ്പോൾ സംസാരിക്കുന്ന വാക്കുകൾ എന്താണ്? വളരെ മാന്യമായിട്ടായിരിക്കണം. അല്ലാതെ വന്നോടെ എടാ നീ പണ്ട് എന്നെ എന്തെല്ലാം നീ വിളിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് എല്ലാവരെയും കുറ്റം പറയാൻ നടന്നു കഴിഞ്ഞാലോ അത് ശരിയാവില്ല. വരുമ്പോൾ എല്ലാവരോടും നല്ല സ്നേഹവാക്കുകളാലും സത്യമുള്ളതായ വാക്കുകളും പ്രിയമുള്ളതുമാകണേ. എൻ്റെ വാക്കുകളെല്ലാം അങ്ങനെയായി മാറണേ. ഞാൻ പണം സമ്പാദിച്ച് വരുമ്പോൾ പിന്നെ എൻ്റെ സ്വഭാവമൊന്നും മാറിപ്പോകരുത്. നല്ല പ്രിയമുള്ള വാക്കുകളെല്ലാം ഉണ്ടാകണം. എങ്കിലേ ആ വീട്ടിനൊരു ഐശ്വര്യമുള്ളൂ. ഇവിടുത്തെ അന്തേവാസികൾ ഹർഷോല്ലാസവാന്മാരാകണം. നല്ല ആഹ്ലാദിച്ച് സന്തോഷിച്ച് വീട്ടിലുള്ളവരെല്ലാം നല്ല നാട്ടുകാരും എല്ലാം അങ്ങനെ ഒരു വളരെ ഉയർന്ന ലെവലിലേക്ക് മാറണേ. വിശപ്പും ദാഹവും ഇവർക്ക് അനുഭവപ്പെടരുത്. ഈ വീട്ടിലിനി വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇവിടെ താമസിക്കുന്നവർ പുത്രാദികളെ പുഷ്ടിപ്പെടുത്തണം. ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം നല്ല മക്കളും എല്ലാം ഉണ്ടാകണം. പുത്രനും പൗത്രന്മാരും എല്ലാം ഉണ്ടാകണം. ആരും മക്കളൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും കഷ്ടപ്പെട്ട് വരും. പണം ഇഷ്ടംമാരിയുണ്ട്, പോറ്റാനെല്ലാം പണവുമുണ്ട്. പിന്നെന്താ, അവിടുന്ന് പോയി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുകയല്ലേ. അപ്പോൾ സുഖമായിട്ട് പുത്രാദികളെ പുഷ്ടിപ്പെടുത്തണേ. അന്യദേശത്തു നിന്നും ഞാൻ അഭിവൃദ്ധി നേടി തരുന്ന ധനവുമായി വരാം. ഞാൻ വിദേശത്ത് നിന്ന് അന്യദേശത്തെല്ലാം പോയിട്ട് ചിലപ്പോൾ നാട്ടിൽ നിന്ന് എന്ത് കിട്ടാനാണ്, നേരെ വിദേശത്ത് പോയിട്ട് അഭിവൃദ്ധി നേടിത്തരുന്ന ധനവുമായി വരാം. അതിലൂടെ തേജസ് ഉണ്ടാകട്ടെ. ഈ അഥർവവേദത്തിന് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന അഥർവേദം എന്താണെന്ന് അറിയാലോ, ഞാൻ പറയേണ്ടത്. അതുമായിട്ട് ഇനി ഒന്ന് കമ്പയർ ചെയ്തിട്ട് ശുദ്ധമായ നമ്മുടെ ആഗ്രഹങ്ങളും ഇന്നത്തെ നാട്ടിലെ അവസ്ഥയെല്ലാം എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ അഥർവ കൈകാര്യം ചെയ്യുന്നവർ
എന്ത് വേണം, വലിയൊരു കൊമ്പം മീശയും ഒരു കുറേ എന്തെല്ലാം വാരിത്തേച്ച് ജടയെല്ലാം പിടിപ്പിച്ച് ഒരു ഭീകരൻ്റെ വാരി ഷർട്ടൊന്നും പാടില്ല എന്തെല്ലാം ഇട്ട് ഇങ്ങനെല്ലാം അഥർവവേദം കൈകാര്യം ചെയ്യാം. അല്ലാതെ ഈ വേഷത്തിലിരുന്ന് അഥർവവേദം കൈകാര്യം ചെയ്താൽ ആൾക്കാർ വായിക്കുക പോലുമില്ല. എന്തോന്നാടാ ഈ അഥർവവേദം പഠിപ്പിക്കുന്ന കക്ഷി എന്ത് ഇങ്ങനെ ഇരിക്കുന്നത്? ഇങ്ങനെയൊന്നും പറ്റില്ല. ഇവരെന്ത് യുക്കറിയാം. അതെന്ന് പറഞ്ഞാൽ നല്ല ഭീകരൻ്റെ രൂപമായിരിക്കണം അഥർവവേദം പഠിക്കുന്നത്. അതുകൊണ്ട് കാണാൻ ആൾ കുറവായിരിക്കും. കാരണം അവരുടെ മനസ്സിൽ ധാരണ എന്ന് പറഞ്ഞാൽ അഥർവവേദം. ഇപ്പം ഞാൻ വേറെ ഒരു വലിയ ഭീകരൻ്റെ ഭാര്യ അഥർവവേദ ക്ലാസ് എന്ന് പറയുകയാണെങ്കിൽ ഇതിനകത്ത് മുമ്പിലിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരുടെ വ്യൂവേഴ്സിൻ്റെ എണ്ണം എത്രയായിരിക്കും എന്നറിയാം. വലിയ ഭീകരൻ്റെ ഭാര്യയിൽ ഇരുന്ന് അഥർവവേദം കുറച്ച് പൊടിപ്പും തൊങ്ങലും എല്ലാം വെച്ചിട്ട് കാച്ചണം. ഇതേമാതിരി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം ഇവരെന്തോന്നാടാ കാട്ടിക്കൂട്ടുന്നത്, ഇവനെന്തോന്ന് ഈ പറഞ്ഞ വേഷം മാത്രമല്ലേ ഉള്ളൂ, ഇവനെന്തോന്ന് ഈ അടിച്ചു വിടുന്നതെന്നെല്ലാം ആൾക്കാരപ്പം തെറ്റിദ്ധരിക്കും. അപ്പം കുറച്ച് മാറ്റിയെല്ലാം പറയണം. എങ്കിൽ മാത്രമേ ഇന്നത്തെ ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ.